അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 80 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 33 മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറി. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ പരിശോധനാ ഫലം കാത്ത ബന്ധുക്കൾ. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭൗതിക ശരീരം ഇന്ന് രാജ്കോട്ടിലേക്ക് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുപോകും. വിമാനാപകടത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉന്നതതല സമിതി യോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ ചെയ്യുന്നുണ്ട്. ശരത്ലാൽ, നിലവിൽ എത്ര മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഇനി എത്ര മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അഞ്ജലി, തെരച്ചിൽ ഇന്നും തുടരും. കാരണം മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം 319 ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടി തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അതുപോലെ ഇന്ന് ബോയിങ്ങിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അവർ ദുരന്ത സ്ഥലം ഏതായാലും സന്ദർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FAAയും അതേപോലെ തന്നെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോയും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്നലെയും ദുരന്ത സ്ഥലം സന്ദർശിച്ചിരുന്നില്ല. വൈകിട്ട് ഇന്ത്യൻ ഏജൻസികളോടൊപ്പം തന്നെ അമേരിക്കൻ ഏജൻസികളും എന്തുകൊണ്ടാണ് ഈ ഡ്രീം ലൈനർ എന്തുകൊണ്ടാണ് ഇത്തരം അപകടത്തിൽപ്പെട്ടതെന്നെ പറ്റി വിശദമായ അന്വേഷണം നടത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹത്തിന് DNA ടെസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം 240 ഇപ്പോൾ 88ഓളം പേരുടെ ലിസ്റ്റ് DNA ടെസ്റ്റുകളാണ് നടത്തിയിരിക്കുന്നത്. 80 പേര് ഇന്നലെ, 8 പേര് ഇന്ന് രാവിലെ പുതിയ അപ്ഡേറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും രഞ്ജിതയുടെ ടെസ്റ്റിനും കാലതാമസം 72 മണിക്കൂറാണ് പറഞ്ഞത്. എന്നാൽ കൂടുതൽ വിദഗ്ധരെ ഇന്നലെ 160ഓളം വിദഗ്ധരെ കൂടുതലായി നിയോഗിച്ചതോടെ ടെസ്റ്റിങ്ങുകൾ വളരെ വേഗത്തിലാവുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതശരീരം ആശുപത്രിയിൽ നിന്ന് നേരെ ഏറ്റുവാങ്ങി സ്വദേശമായ രാജ്കോട്ടിലേക്ക് വിമാനമാർഗ്ഗം കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയും നടത്തി 4 മണിയോടെ സംസാരിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം ഗുജറാത്ത് പോലീസും അതേപോലെ തന്നെ NIയും ഒക്കെ നടത്തുന്നുണ്ട്. ഇന്നലെ മുഴുവൻ ഗ്രൗണ്ട് സ്റ്റാഫിനെയും ചോദ്യം ചെയ്തിരുന്നു. ഗ്രൗണ്ട് സ്റ്റാഫിന്, അതായത് വിമാനത്തെ എയർ ഇന്ത്യ 171 വിമാനത്തെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ ഇറങ്ങിയ ശേഷം ക്ലീൻ ചെയ്ത, അതുപോലെ തന്നെ പൂർണ്ണ രൂപത്തിൽ ക്ലീൻ ചെയ്ത, അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിമാനത്തിൽ കയറിയ ആങ്കറിൽ വിമാനം പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ബേയിൽ വിമാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഗുജറാത്ത് പോലീസും NIയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഉണ്ട്, എന്തെങ്കിലും തിരികെ അട്ടിമറിയുണ്ടോ എന്നതാണ് ഇത് പ്രധാനം. അതുപോലെ ഇന്നലെ NSC നടത്തിയ സ്കാനിലും തെരച്ചിലും പരിശോധനയിലും വിമാന ദുരന്ത സ്ഥലത്ത് നിന്ന് സ്ഫോടകാത്മകമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് NSC വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരു സ്ഫോടനം കൊണ്ടല്ല വിമാനം തകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. അഞ്ജലി. ശ്രീ, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 80 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ്.